ഐ തൻസിലു ഇറങ്ങുമെന്താക്കുന്നുണ്ട്. പിന്നെ അങ്ങനത്തെ ഫസാബിക്കാത്തി റോഹന്താ മുമീങ്ങളെ റോഹ് പിടിച്ചാണ്ട് സ്വർഗത്തിലേക്ക് മുങ്കടക്കുന്ന മലക്കിളത്തിന് സത്യം ഈ സമ്പക്കൻ്റെ മുങ്കടക്കൽ അതിൽ മലായിക തസ്ബിക്ക് വിറവാൽ മുമീന ഇൽ ജന്നത്തീന്ന് ഫൽ മുദബിറാത്തി അമ്ര കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന മലക്കിളത്തിന് സത്യനർ അതിൽ മലായിക്കത്തി ദബ്ബിറുനാം ദുന്യാവിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുവർ ദുന്യാവിലെ ജനങ്ങളെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ മലക്കുണ്ടല്ലോ. ഐ തൻസിലുവർ അവർ ഇറങ്ങും ഈ തദ്ബീരിയ ദുന്യാവിലെ കാര്യത്തിൻ്റെ തദ്ബീറുമായിട്ട്. അതാ കസ്മിൻ്റെ യോഗം മാധൂഫാട്ടോ. അങ്ങനത്തെ സത്യം എന്താ സത്യം? തുബാസുന്ന കുഫാർ മക്ക മുസ്ലിങ്ങൾ ബാസാക്കൂട്ടോന്നാ. ഓവ ആ തുബാസ് പറഞ്ഞ മാധൂഫാട്ടോ ആമിലും ഫി യോമ തുർജുഫുർ റാജിഫ എന്ന വാക്കിലാണ്ടാക്കുന്നുണ്ട്. ആ യോമിൻ്റെ ലെറുഫിൻ്റെ ആമിലുകർ അതിന് മുത്താലക്കുകർ. ആ ഒന്നാമത്തെ ഊത്ത് വിറപ്പിക്കുന്ന ദിവസത്തിൽ ഒന്നാമത്തെ ഊത്ത് വിറപ്പിക്കുന്ന ദിവസത്തിൽ നിങ്ങളെ ബാസാക്കും. എങ്ങനത്തെ ഊത്ത്? എങ്ങനത്തെ ഒന്നാമത്തെ ഊത്ത്? അതിനോട് തുടരും രണ്ടാമത്തെ ഊത്ത് തുടരുന്ന ഒന്നാമത്തെ ഊത്ത്. അത് 40 കൊല്ലത്തെ ദീർഘമുള്ള ദിവസമാണ്. അങ്ങനത്തെ ദിവസത്തിൽ ഈ നഫ്ഖത്തിൽ ഒന്നാമത്തെ ഊത്ത് അതിനോട് തുടരും. തെർജുബുർ റാജിഫ നഫത്തുല അബിഹ അതുകൊണ്ട് എറുജുഫത് അത് വിറപ്പിക്കും. എല്ലാ വസ്തുക്കളെയും കിട്ടിക്കിട്ടാ വിറപ്പിക്കും. തസൽസലു എല്ലാ വസ്തുവും വിറക്കും. എറുജുഫ് കൊല്ലു ചെയ്യുന്നു തസൽസലു. ആ ഊത്തുകൊണ്ടെന്താക്കുന്ന എല്ലാ വസ്തുക്കളും വിറച്ചിട്ടെന്താക്കുന്നുണ്ട്. മലയൊക്കെ വിറച്ച് ഖറാബാവുമല്ലോ. ഇടി പൊടി തമരാവൂലേ? അങ്ങനത്തെ ദിവസമാണ്. അങ്ങനത്തെ ഊത്താണിത്. ആ ഊത്ത് വിറപ്പിക്കുന്നത് കൊണ്ടെന്താക്കുന്ന എല്ലാ വസ്തുവിനും വിറച്ചിട്ടെന്താക്കുന്ന ഇടിപൊടിയാക്കുന്നത് കൊണ്ടെന്താക്കി റാജിഫത്ത് നിന്ന് പേര് വെച്ച ആ ഊത്തിനിക്ക്. അങ്ങനെ സിഫത്ത് ആ ഊത്തിന് പേരും ഒക്കെ ഒട്ടും ആ ഊത്തുനിന്ന് ഉണ്ടാകുന്ന കാര്യം കൊണ്ട് ആ ഊത്തുണ്ടാകുന്ന ആ ജൽസലത്ത് അത് ജൽസലത്തുള്ള ഊത്ത് പറഞ്ഞു. തദ്ബാഹിന് തുടരും റാദിഫത്ത് രണ്ടാമത്തെ ഊത്ത്. അതിനഫത്ത് സാനിയത്തു അതിനിടയ്ക്ക് 40 കൊല്ലം ഉണ്ടോ. അർബാവുൽ സന ഒരു ജുംലത്തു ഹാലാട്ടോ. ആ ജുംല ഹാലാട്ടോ എന്ന് ഏത് ജുംല? തദ്ബാഹു റാദിഫാണ് ജുംല. ഒന്നാമത്തെ ഊത്തിൻ്റെ ദിവസം അതായത് എങ്ങനത്തെ ഊത്ത്? എങ്ങനത്തെ ഒന്നാമത്തെ ദിവസം? രണ്ടാമത്തെ ഊത്ത് അതിനോട് തുടരും അങ്ങനത്തെ ദിവസം. അപ്പോൾ അത് 40 കൊല്ലത്തെ ദീർഘമുള്ള ഭയങ്കര ദീർഘമായ ദിവസമാണത്. ജുമത്തെ ഹാലാമൻ റാജിഫത്ത് നിന്ന്. അപ്പം വലിയ വിശാല രണ്ടാമത്തെ ഊത്ത് തുടരുന്നതായിരിക്കുന്ന ഒന്നാമത്തെ ഊത്തിൻ്റെ ദിവസം എന്ന് പറയുമ്പോൾ എന്താക്കി 40 കൊല്ലത്തെ ദീർഘമുള്ള ദിവസം എന്നാണ്. ആ 40 കൊല്ലം ദീർഘമുള്ള ദിവസത്തിൽ എന്ന് വെച്ചാൽ എൻ്റെ അവസാനത്തിൽ നിങ്ങളെ വയസ്സാക്കുന്ന അർത്ഥം. ഒന്നാമത്തെ അവലല്ല. അപ്പോൾ ആ യോമു വാശിയാണ്. 2 രഫത്തിനും അല്ലാത്തിനും വിശാലമായ 40 കൊല്ലത്തെ ദീർഘമുള്ള ദിവസമാണത്. അപ്പം സഹൽ അപ്പം എന്താണ് അവിടെ? അപ്പം അതുകൊണ്ട് അപ്പം സഹൽ ലർഫിയത്തുൻ അപ്പം എന്താകുന്ന ആ യോമുടെ ലർഫിയത്ത് സഹിയായി ആ ബായസിനിക്ക്. ഒന്നാമത്തെ ഊത്തിൻ്റെ ബായസാക്കൂലല്ലോ. ഒന്നാമത്തെ ഊത്തിന് വയസ്സാക്കൂല. ഒന്നാമത്തെ ഊത്തിന് എന്താക്കുന്നുണ്ട്? പിന്നെ നശിപ്പിക്കലല്ലേ. അപ്പോൾ എങ്ങനത്തെ ഒന്നാമത്തെ ഈസാണ്? രണ്ടാമത്തെ ഊത്ത് തുടരും അങ്ങനത്തതായിരിക്കുന്ന വിശാലമായ ഒന്നാമത്തെ ഊത്തിൻ്റെ ദിവസം എന്നാ. അപ്പോൾ 40 കൊല്ലത്തെ ദീർഘമുള്ള ദിവസത്തിൽ നിന്നാ. അപ്പോൾ 40 ദിവസത്തിൽ വയസ്സാക്കും. അവസാനത്തിൽ വയസ്സാക്കും. അവിടെ ഇത് വയസ്സ് പറഞ്ഞ വാക്കിനിക്ക് എന്താക്കുന്നത് ഉതിർഫാൻ പറ്റി. ഇത് വിശാല ദിവസമായതുകൊണ്ട് എന്ന്. എങ്ങനത്തെ പായസുകൾ വാക്കിയാക്കുക? രണ്ടാമത്തെ ഊത്തിൻ്റെ ഉടനെ ഉണ്ടാകുന്നതാണ്. അങ്ങനെ കുലൂബിൻ ചില ആൾക്കാർ അന്ന് കുലൂബിൻ്റെ ഒമേൽ അന്ന് ചില കൽബുകൾ വാജിഫത്തും ഭയപ്പെടുന്ന ഭയത്തിലേക്കാരെന്നർ ഹായിഫത്തും കലിക്കത്തും കൽബ് ഇങ്ങനെ പതറുന്നവർ ഈ കാരം. അപ്പോൾ ചില കണ്ണ് ഹസ് നിസാരീക്കാരം ദലീലത്തും ഈ ഹൗലി മാത്തറ നിങ്ങൾ കാണുന്ന ഒന്നിൻ്റെ ഗൗരവത്തിന് വേണ്ടിയർ യഹൂനർ പറയുന്നുണ്ട്. ദുന്യാവെന്ന് ഈ അർബാബ് കൽബിൻ്റെ ആൾക്കാരും അബസാറിൻ്റെ ആൾക്കാരും പറയുന്നുണ്ട്. ഇസ്തീസായിട്ടും ഇൻകാർ വാസന നിഷേധിച്ചുകൊണ്ടും പറയുന്നുണ്ട്. അതിനാലും നമ്മളങ്ങനെ മടക്കപ്പെടും മാഫില്ല ഒന്നാമത്തെ ഘട്ടത്തിലേക്ക് എന്ന് പറയുന്നുണ്ട് അവർ. അവിടെ ഹഖീഖിൽ ഹംസത്തിന് തസ്സീലി സാനിയത്തു ഇദ്ഖാൽ അലിഫും ബൈനഹുമാൽ വജീനി ഫിൽ 2 സ്ഥലത്തും അൽഖിറാത്തുന് ഇട്ടോന്ന് അവർ പറയുന്നുണ്ട്. അതിനാലും നമ്മൾ മടക്കപ്പെടും മോഫിൽ ആഫിറത്തെ ആദ്യഘട്ടത്തിലേക്ക് ദുറത്തു ബഅദൽ മൗത്തിൽ ഹയാത്തി എന്ന്. നമ്മളെ മൗത്തിനെ ഹയാത്തിലേക്ക് മടക്കപ്പെടുമോ? ഹയാത്ത് ആദ്യഘട്ടമാണല്ലോ. ഹാഫിറത്ത് തന്നെ അവൽ മാറാന്ന് കേട്ടോ. ഹാഫിറത്ത് തന്നെ ഇസ്മുലി അവലം ആദ്യഘട്ടത്തിലേക്കുള്ള പേരാണ് ഹാഫിറത്ത് എന്ന്. അതിൽപ്പെട്ടതാണ് മിന്നുമായിപ്പെട്ടതാണ് റജാഫുലൈൽ ഹാഫിറത്ത് പറയും സാധാരണ. എന്നാലും ഫുലാം മടങ്ങി ഫി ഹാഫിറത്ത് തന്നെ വന്നോടത്തേക്ക് തന്നെ മടങ്ങി തന്നെ അർത്ഥം. അധികത്തോടത്തേക്ക് തന്നെയാണ്. ഇതാ റജ വന്നോടത്തേക്ക് തന്നെ മടങ്ങി കൊടുത്ത്. ഇതാ കുന്ന ഇളാമുന്നഹിറ നമ്മൾ നുരിമ്പിയ എല്ലായി കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഹയാത്താക്കപ്പെടുമോ എന്ന്. അവിടെ ഒഫീറാത്തിൻ്റെ ആഹിറാന്നുണ്ട്. ഈ ബാലിയത്തിനർ മുത്തഫത്തിൻ ചിന്ന ഭിന്നമായ നൊഹി നമ്മൾ ഹയാത്താക്കപ്പെടുമോ?
കാലിൽ പറയുന്നുണ്ട് ഇതിൽക്കാ നമ്മൾ ആ മടക്ക് അങ്ങനെ പടക്കപ്പെടുകയാണെങ്കിൽ നമ്മൾ ഹയാത്തിലേക്ക് മടക്കപ്പെടുകയാണെങ്കിൽ അത് ഭയങ്കര ഇതിൽ അന്നേരത്തെ സഹിയാണെങ്കിൽ കറത്തും ഹസറൽ നഷ്ടകരമായിരിക്കുന്ന മടക്കമാണ് എന്ന് പറയുന്നുണ്ട് കാഫിരിങ്ങൾ. യഥാർത്ഥ ഹുസ്രായിന്നർ അള്ള പറയുന്നു തീർച്ചയായിട്ടും പൈന്നമാഹിയ മടക്കം റാദിഫത്തുലത്തി ഏക്കൽ ബാസ് ഉടനുണ്ടാവുന്ന ആ റാദിഫത്തിന് രണ്ടാമത്തെ ഊത്തുണ്ടല്ലോ അത് റജുലത്തു വാഹിദ ശക്തിയായിരിക്കുന്ന എന്താക്കുന്ന ഭയങ്കര ഊത്താട്ടോ ഒരൊറ്റ ഊത്താട്ടോ എന്ന് അങ്ങനെ ഊതപ്പെട്ടാൽ ഫൈദാഹു വന്ന് അന്നേരത്ത് ജനങ്ങളെല്ലാവരും പോയി കുല്ലു ഹലാറ്റി ബി സാഹിറത്തി ഭൂമിൻ്റെ പുറത്തേക്ക് കൊണ്ട് വരുന്നർ അയ്യോ ജിഹില്ലി ഭൂമുഖത്തേക്ക് കൊണ്ട് വരും അയ്യായിട്ട് ഇതുപോലെ ഭേദമാക്കാൻ ഒരു ഭൂമിൻ്റെ ഉള്ളിൽ എന്താണ് അമ്പാത്തായിട്ട് അതിൻ്റെ ലക്ഷണർ അല്ലാതാക്കാൻ നബി നിങ്ങൾക്ക് വന്നില്ലയോ മൂസാ നബീൻ്റെ സംഭവം. അത് ആമിനും ഫി ഇതിനാഥട്ടോ ഹദീസുകാരെന്നാണ് ഇതിനാഥൻ്റെ എന്താക്കുന്നുണ്ട് ലിർഫാട്ടോൻ ആ ലിർഫിൻ്റെ ആമുലാട്ടോൻ അത് ആമിനുൻ ഹദീസുകാരൻ്റെ വാക്കെന്താ ആമിലാട്ടോ എന്തിൻ്റെ ഫി ഇതിനാദാഹു റബ്ബുഹു എന്നുള്ള വാക്കിൻ്റെ ആ ലിർഫിൻ്റെ റബ്ബ് വിളിച്ച അവസരത്തിലുള്ളതായിരിക്കുന്ന സംഭവം എന്നാണ്. മൂസാ നബിനെ അള്ള വിളിച്ച അവസരത്തിലുള്ളതായിരിക്കുന്ന സംഭവം വിളിച്ചപ്പോഴുള്ള സംഭവം നിങ്ങൾക്ക് വന്നില്ലയോ എന്നാണ്. എവിടെ വെച്ച് ബിൽ വാതിൽ മുഖത്തസി ആ പരിശുദ്ധമായിരിക്കുന്ന വാദിയിൽ വെച്ചിട്ട് ആ പരിശുദ്ധമായിരിക്കുന്ന വാദിയാകുന്ന അതായത് തുവ എന്ന് പറഞ്ഞാൽ ആ തൂറ് പർവ്വതത്തിലുള്ളതായിരിക്കുന്ന എന്താണ് പേരാണത് തുവ അതാ ഇസ്മുൽ വാദി ബി ഒരു വാദിൻ്റെ പേരാട്ടോ തുവൻ അവിടെ തുവന്ന് ബി തെൻവീനുണ്ട് തെറുക്കി തുവാൻ തെറുക്ക് തെൻവീൻ ഇല്ലാതെയുണ്ട്. അതാ പരിശുദ്ധമായിരിക്കുന്ന ആ വാദിയിൽ വെച്ചിട്ട് അതായത് തുവ എന്ന് പറഞ്ഞായിരിക്കുന്ന ആ സ്ഥലത്ത് വെച്ചിട്ട് എന്താക്കുന്നത് ആ തൂറിലെ അവിടെ വെച്ചിട്ടുണ്ടാക്കി വിളിച്ച അവസരത്തിലുള്ള സംഭവം. എന്നിട്ട് വിളിച്ചിട്ട് അള്ളാഹ് പറഞ്ഞു ഇദ്ഹബ് നിങ്ങൾ പോവുക മൂസാ നബിയെ ഫിറോവിനെ കൊള്ളേ ഇന്നവു തക അവൻ അതിരി ഒട്ടിരിക്കുന്നു അഹങ്കരിച്ച് തജാവസൽ ഹദ്ദബിൽ കുഫറിൻ്റെ വിഷയത്തിൽ അമിതമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറയും അല്ലാത്തതക്ക നിങ്ങൾ ഇലാൻ തസക്ക അവരോട് നിങ്ങൾ പറയും ഇലാൻ തസക്ക നീ പരിശുദ്ധമാവുന്നില്ലയോ എന്ന് ചോദിച്ചു നോക്കി. അവിടെ ഒഫീറാത്തിമി തസ്ജീദ് ഇതായിട്ട് തസക്ക എന്നുണ്ട് അവിടെ ബിദാമി തായ് സാനിയത്ത് ഫിൽ അസ്ലി ഐ ഫീമ ഇതാക്കുന്നുണ്ട് ഫിഹാൻ അസല് താഹിനെ സായിലേക്ക് ഇതാമി ചെയ്തിട്ട് ഐ തത്തഹറൂന്നാർ നിങ്ങൾ ഈ ശുദ്ധിയാകുന്നില്ലയോ ശിർക്കിനെ തൊട്ട് ഇങ്ങനെ ബിയൻ തഷ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കാണ്ട് ഹല്ലക്ക എനിക്കെന്താ അതുഴുക്ക ഞാൻ വിളിക്കുന്ന തന്നെ ഇലാൻ തതക ശുദ്ധിയാവലിലേക്ക് ഷഹാത്ത് കലമിയല്ലിക്കാണ്ട് വഹദിയക്കനെ ഇതായത്താക്കാനും ഇലാ റബ്ബിനെ കൊള്ള ഈ അതുലുക്ക് എനിക്ക് അറിയിച്ചു തരാനും ഇല്ല മാരിഫത്ത് അള്ളാനെ മാരിഫത്തിലേക്ക് ബിൽ ബുർഹാന് തെളിവുകൊണ്ട് അങ്ങനെ ഇപ്പോൾ തർഷാനിയോ എപ്പോഴും അള്ളാനെ അങ്ങനെ ഫറാഹുൽ ആയത്തുൽ കുബ്രാ അങ്ങനെ മുസാ നബി അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു അല്ല ആയത്തുൽ കുബ്രാ വലിയ ദൃഷ്ടാന്തങ്ങളൊക്കെയാണ്. പിന്നെ ആയാത്തി അള്ളാനെ ആയത്തിൽപ്പെട്ട പിന്നെ ആയാത്തി തിസി 9 ആയത്തുണ്ടായിരുന്നു മുസാ നബിക്ക് അങ്ങനത്തെ ഏതാണത് ആ വലിയ ആയത്തേതാ കൈ ഉണ്ടാക്കുന്ന പ്രകാശിക്കലും മസ ഉണ്ടാക്കുന്ന പാമ്പാലൊക്കെ അങ്ങനെ കഥബാ അദ്ദേഹത്തിൻ്റെ 9 ആയത്തിൽ നിന്ന് വലിയ ആയത്താണെന്ത് ഈ പാമ്പ് വടി പാമ്പാലും കൈ പ്രകാശിക്കലൊക്കെ ആ വലിയ ആയത്ത് കാണിച്ചു കൊടുത്തു അങ്ങനെ കഥബ ഫിറോൻ കളവാക്കി മൂസാ നബിനെ വസല്ല അള്ളാഹ് സിയാൻ ചെയ്തു. എന്നിട്ട് തുമ്മ അത് പറയും പിന്തിരിഞ്ഞ് ഇമ്മാനെ തൊട്ട് ഉണ്ടാക്കുന്ന യസാഫിൽ അള്ളി ബിൽ ഫസാദ് കൊണ്ട് ഓൻ പിന്തിരിഞ്ഞ് ഇമ്മാനെ തൊട്ട് ഇതാക്കുന്ന ഭൂമിയിൽ എന്താക്കുന്ന ഫസാദുമായിട്ട് നടക്കുന്നവനായ സ്ഥിതി ഐഫിൽ അള്ളി ബിൽ ഫസാദി ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവനായ നില അങ്ങനെ ഫാഷനെ ഒരുമിച്ച് കൂട്ടിയ സാഹിര്യങ്ങളൊക്കെ മുസാനബിൻ്റെ എതിരിൽ ജമാ സഹറത്താന്ന് ജുന്തുവന സൈന്യങ്ങളെയും അങ്ങനെ ഫനാഥൻ വിളിച്ചു പറഞ്ഞു എന്തിനാണ് റബ്ബുക്കുമില്ലാല എന്ന് പറഞ്ഞു നിങ്ങളെ റബ്ബാണ് അല മേലയായ ലാ റബ്ബ ഫോക്ക് എൻ്റെ മേലെ റബ്ബില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഫാഹദുള്ള അള്ളാഹിനെ പിടിച്ച് ശിക്ഷിച്ചു. നക്കാലിൽ ആഖിറത്തി അവസാനത്തെ വാക്കിൻ്റെ എന്താക്കുന്നതിന് ഫലമായിട്ട് ഞാൻ റബ്ബുക്കുമില്ലാല എന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് എൻ്റെ അവസാനത്തെ വാക്കാതെ ഇരുന്നത് പോലെ ഒന്നാമത്തെ വാക്ക് കാരണമായിട്ട് ഒന്നാമത്തെ വാക്കുണ്ട് എന്ത് മോശം പറയുന്ന ഒന്നാമത്തെ വാക്കതാണ്. അങ്ങനെ ഫാഹദുള്ള അള്ളാഹിനെ പിടിച്ച് ശിക്ഷിച്ചു ബിൽ ഓർക്ക് മുഖ്യ ഹലാക്കാക്കൽ കൊണ്ട് എങ്ങനെ നക്കാൽ അക്കൂബത്തിൽ ആഖിറത്തെ അവസാനത്തെ ഈ കലിമത്ത് അനറബുക്കുമല്ലായ എന്നുള്ളതായിരിക്കുന്ന അവസാനത്തെ കലിമത്തിൻ്റെ ഫലമായിട്ട് ശിക്ഷയായിട്ട് വല്ലൂല ഒന്നാമത്തെ വാക്കിൻ്റെ ഫലമായിട്ടും എന്താ ഒന്നാമത്തെ വാക്ക്
കൗലു അതിന് മുമ്പും പറഞ്ഞിരുന്നു മാലിം തുലക്കും മിൻ ഇലാഹിൻ വൈരി എന്ന് പറഞ്ഞിരുന്നു. ഞാനല്ലാതെ ഇലാഹിനെ കാണുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ആ വാക്കും ആ രണ്ട് വാക്കിനൊക്കെ 40 കൊല്ലമുണ്ട്. 40 കൊല്ലത്തിന് മുമ്പാണ് ആദ്യം പറഞ്ഞത്. അങ്ങനത്തെ വാക്ക് സംബന്ധമായിട്ട് ഇന്നഫി ദാലിക്ക തീർച്ചയായിട്ടും ഇതിലുണ്ട്. തമ്മിൽ പറഞ്ഞിട്ടുണ്ട് ഇബറത്തും പാടുണ്ട് ലിമയ്യഷാ അള്ളാഹിനെ ഭയപ്പെടുന്ന ആൾക്കാർക്ക്. അന്തും അഷദ്ദു ഖൽഖൻ അമിസമ്മാവ് അള്ള ചോദിക്കുന്ന അന്തു നിങ്ങളാണോ അഷദ്ദു ഖൽഖൻ ഏറ്റവും വലിയ സൃഷ്ടി പിന്നെ ആകാശത്തിനേക്കാൾ കഥ അമിസം ആകാശമാണോ ഓന്നർ. ആകാശം സൃഷ്ടിച്ച് അള്ളാഹ്ക്കുണ്ടോ നിങ്ങളഞ്ഞ് ബാസാക്കൽ പ്രശ്നം. അതായത് ഹഖീഖിൽ അംസത്തിന് വിദാലി സാനിയത്ത് എലിഫ് തസ്സീല വിദ്ഖാൽ എലിഫും ബൈൽ മുസാഹത്തി വൽ ഉഖ്റാ വതർക്കിഹി. ഈ മുങ്കിറുൽ ബാസി മാസ നിഷേധിക്കുന്ന ആൾക്കാരെ നിങ്ങളാണോ അഷദ്ദു ഖൽഖൻ വലിയ അള്ളാഹ്ക്ക് ഏറ്റവും വലിയ അഷദ്ദു ഖൽഖാൽ അമിസമ്മാവു അഷദ്ദു ഖൽഖൻ അത് ആകാശമാണോ. ബനാഹിന് അള്ളാഹ് ആകാശത്തെ എടുത്തു. അത് ബയാനുൽ കൈഫിയത്തി റഫീനെ പടച്ചതിൻ്റെ ബയാനാട്ടോ. അള്ളാഹ് ആകാശം പടച്ചു അങ്ങനെ അത് അങ്ങനെ അമിസമാഹു അള്ളാഹു തല എന്താക്കുക ആകാശമാണോ അങ്ങനത്തെ ആകാശം ബനാഹ അതിനെ അള്ള പടച്ചു. അങ്ങനെ റഫാ സംക അതിൻ്റെ സംക്കിന് അതിൻ്റെ ഉയരത്തെ അള്ള ഉയർത്തി. അങ്ങനെ ഭയങ്കര ഉയരമാണല്ലോ ആകാശം. 500 കൊല്ലത്തെ വൈദൂരൊക്കെ ഉണ്ട് ഭൂമിന്ന് ആകാശത്തേക്ക്. അത് റഫാ സംകഹ തഫ്സീൽ കൈഫിയത്ത് ആ ബിനാഹിൻ്റെ കൈഫിയത്തിന് ബയാനാട്ടോ. അള്ളാഹ് ആകാശം എടുത്തു. എങ്ങനെ എടുത്തത് അതിൻ്റെ ബയാൻ. അതായത് റഫാ സംകഹ അതിൻ്റെ ഉയരം ആകാശത്തിൻ്റെ ഉയരം ഭൂമിയെ തൊട്ടുള്ള ഉയർത്തി. ഈ ജാല സംതഹ അതിൻ്റെ ഉയരം അള്ളാഹ് ആക്കി. വി ജിഹത്തിൽ ഒരു മേൽഭാഗത്തേക്ക് റഫീൻ ഉയർന്നതാക്കി. അതായത് വക്കീല സമക്കാച്ച സഖഫ എന്നർത്ഥം. സഖഫ് പറഞ്ഞാൽ സമക്ക് പറഞ്ഞാൽ അതിൻ്റെ തട്ട് എന്നർത്ഥം. അതിൻ്റെ തട്ട് അള്ളാഹ് ഉയർത്തി. അങ്ങനെയുണ്ട്. അങ്ങനെ ഫസ്തവായിന് അത് സമാക്കി. ഈ ജാലഹ മുസ്തഫിയത്തും പിന്നെ യാതൊരു അയബിലൊക്കെ ആകാശമൊക്കെ സമയമല്ല ഒക്കെ ലെവലാണല്ലോ. ആകാശത്തിൻ്റെ ഒക്കെ ഒരേ മാതിരിയാണല്ലോ ആകാശം. ആകാശമൊക്കെ എവിടെയും വ്യത്യാസമില്ല. അത് അതിനെന്താ അത് സമമാക്കി. അതിൻ്റെ അജിതാക്കളൊക്കെ യാതൊരു അയബും അത് താറാറും ഇല്ലാത്തവർക്ക് പൊട്ടലും പോലൊന്നും ഇല്ലല്ലോ. അങ്ങനെ വാർത്തശാല ഉണ്ടാക്കുന്ന ഇരുട്ടാക്കിയ അതിലെ രാത്രി ആകാശം രാത്രി പറഞ്ഞാൽ ആകാശത്ത് നല്ല ഷംസ് അസ്തമിച്ച് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ രാത്രി ഉണ്ടാവില്ല. അതുകൊണ്ട് ആകാശം രാത്രി എന്ന് പറഞ്ഞാൽ അതിന് ലൈനല്ല ഇരുട്ടാക്കിയ എല്ലമഹു അഹ്റജാള്ള പുറപ്പെടുന്ന പ്രകാശത്തെയും ആകാശ പ്രകാശത്തെ ശംസുദിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. പ്രകാശം പുറപ്പെടുവിച്ചു. പിന്നെ ശംസ അസ്തമിച്ചാണെന്നാക്കുന്ന ആകാശം അസ്തമിച്ചാണെന്നായി ലൈലുണ്ടാക്കി. ഈ അബ്രസ നൂറ ഷൗയ ഷംസിൻ്റെ നൂറ് അല്ല വെളിവാക്കിയാർ. അവിടെ ഒലീഫലിയ ലൈലു ആ ഷംസിലേക്ക് ആകാശത്തിലേക്ക് ചേർത്തു ലൈലിനെ. ഈ ആകാശത്തിന് ലൈലു കയറും. കാരണം ആകാശത്തിൻ്റെ ലൈല് വെളിപെടലുണ്ടാൽ അത് വലിയ ലില്ലുഹ ലില്ലുഹ രാത്രി കാരണം എന്താക്കുന്ന ആകാശത്തിന് നേരാണല്ലോ. ഭൂമിൻ്റെ നേരല്ല ആകാശം എന്നുള്ള ലൈലെന്താക്കുന്നത് ലില്ല് കാരണം എന്താക്കുന്നുണ്ട്. ലില്ല് കാരണം നേരാണ് ഭൂമിൻ്റെ നേരാ. അപ്പോൾ എന്താക്കുന്നത് ഷംസ് ഉണ്ടായിട്ടാണ് നേരുണ്ടാണത്. അതുപോലെ ഷംസു ലില്ല അങ്ങനെ ഷംസു അങ്ങനെ ഷംസിലേക്കും ചേർത്തു ലിഅന്ന സിറാജുഹാന്ന്. അപ്പോൾ ഷംസ് എന്താക്കുന്നുണ്ട് അവിടെ പറഞ്ഞില്ലേ. അപ്പോൾ അലാഫലൈഹ ലൈല ആകാശത്തിലേക്ക് ചേർത്ത് എന്താക്കുന്നുണ്ട്. ലൈല ഹാ എന്ന് പറഞ്ഞിട്ട് വാർത്തശ ലൈല ഹാ അറിഞ്ഞില്ലേ. ആകാശത്തിൻ്റെ ലൈല് പറഞ്ഞു. ആകാശത്തിനെല്ലാം എന്താക്കുന്നുണ്ട് ലൈലുണ്ടാണത്. ആകാശത്തിന് എന്താണ് ലൈലി അന്നഹു ലില്ലുഹാൻ. ഒലൈഫയിലൈഹ ലൈല ലി അന്നഹു ലില്ലുഹാൻ വശംസ ലി അന്നഹ സിറാജുഹാൻ. ആകാശത്തിൻ്റെ ലുഹാച്ച ആകാശത്തിൻ്റെ ഷംസ് ആകാശത്തിലെ ഷംസ്. അതുകൊണ്ട് ആ ഷംസിലേക്ക് ചേർത്തോടെ ആകാശത്തിൻ്റെ ഷംസ് ലുഹ അറിഞ്ഞില്ലേ. ആ എന്താക്കുന്ന ആകാശത്തിലെ ലുഹാച്ച ആകാശത്തിലെ ഷംസിൻ്റെ ലുഹാണ്. അപ്പോൾ ആകാശത്തിലേക്ക് എന്താ ചേർത്തുന്ന ഷംസിനെ എന്നുള്ളിൽ അന്നോ സിറാജുഹ ആ ഷംസ് എന്താക്കുന്ന ആകാശത്തിലെ വിളക്കാണല്ലോ. അതുകൊണ്ട് ലൈലെന്താക്കുന്ന ആകാശത്തിൻ്റെ എന്താന്നുള്ള നേല രാത്രി എന്ന നേലാണേ. ഷംസുദിക്കുമല്ലായിരിക്കുന്ന ഭൂമിയുടെ നേലാണ് ആകാശം എന്നുള്ള ആകാശത്തേക്ക് എന്ന് പറയാം. 12 ആകാശത്തേക്ക്. അങ്ങനെ വല്ല അള്ള ഭൂമിനെ അതിൻ്റെ ശേഷം എന്താക്കുന്ന അള്ള പരത്തിയർ. ആകാശം പഠിച്ചതിന് ശേഷം എന്താക്കുന്ന അള്ള ഭൂമി പരത്തി. ഈ ബസത്തഹാൻ ഒക്കാന്ത് മഹ്ലൂക്കത്തിന് കബയിൽ ആകാശം ഭൂമി അടച്ചിരുന്നു.
ഓന് അസിൽ പടക്കൽ എന്താക്കുന്നുണ്ട് ആദ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ എന്താക്കുന്നുണ്ട് ആകാശം പടച്ചിട്ട് ശേഷം എന്താക്കുന്ന അള്ളെന്താ ആകാശം കണ്ട് ഭൂമി കണ്ട് പരത്തി കണ്ട് വിശാലാക്കി. മീൻ വൈര് ദഹവിങ്ങനെ പരത്താതെ കണ്ട് ആദ്യം ഭൂമി അടച്ചിരുന്നു അർത്ഥം. എന്നിട്ട് ആഹ്റജ് അള്ള പുറപ്പെടുവിച്ചു ഹാലാട്ടോ അവിടെ കത് മുതുമാറാട്ടോ ഈ മുഹരിജൻ മിൻഹാൻ. അങ്ങനെ എന്താക്കുന്ന എന്താ ഭൂമിയിൽ നിന്ന് പുറപ്പെടുവിച്ചവനായിട്ട് എന്താക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ വെള്ളം ഈ തെഫ്റ്റീരി അതിലെ ഭൂമിയിൽ നിന്നുള്ള നദികളൊക്കെ പൊട്ടിയൊലിക്കൽ കൊണ്ട് മറുകാൻ അതിൻ്റെ ചെടികളും പുറപ്പെടുവിച്ചു. ഈ മാത്രാവു നാമു മൃഗങ്ങൾ തിന്നുന്ന ആടുപശുക്കളൊക്കെ തിന്നുന്നതായിരിക്കുന്ന ചെടികൾ, പിന്നെ ഷജരി പുല്ലുഷ്പി മനശ്ശരി പിന്നെ മരങ്ങൾ പുല്ലുഷ്പി പുല്ല് അമ്മായി മനുഷ്യ തിന്നുന്നതും പിന്നെ അക്കവാത്തി കൂത്തുകൾ അരിയും ഗോതമ്പൊക്കെ ഒസിമാരി പഴങ്ങൾ. ഇത്ലാഖുൽ മറ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അതിൻ്റെ മേലിൽ മജാസാട്ടോ മറാറിന് നേരെ എന്താക്കി മേച്ചിൽ സ്ഥലം എന്നാണ്. അവിടെ മറയോണ്ട് ഉദ്ദേശം എന്താക്കുന്നുണ്ട് അവിടെ എന്താക്കുന്ന മേച്ചിൽ സ്ഥലത്ത് ഉണ്ടാകുന്നതായിരിക്കുന്ന പുല്ലും പുഷ്പമൊക്കെ മുറാദ്, ചെടികളൊക്കെ മുറാദ് നേരത്തതാണ് ഇസ്യാർത്ഥ മജാസാട്ടോന്ന്. ഒരു ജിബാല അൽസാഹ പർവ്വത്യല്ല എന്താക്കുന്നത് സ്ഥിരപ്പെടുത്തിയും ഈ അസ്ബത്തഹ അലാബുജിയിൽ ഭൂമിൻ്റെ മുകളിൽ ലിതസുന ഭൂമിയുടെ അടങ്ങാൻ വേണ്ടി മത്താൻ എന്തിനു വേണ്ടി അങ്ങനെയൊക്കെ ചെയ്ത അള്ളാഹു തആല മത്താലുക്കും നിങ്ങൾക്ക് സുഖത്തിന് വേണ്ടി, നിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് സുഖത്തിന് നിങ്ങളെ സൗകര്യത്തിന് വേണ്ടി. അത് മഫലുഹ കേട്ടോ, മുഖദ്ദറിന് മഫലുഹ. ഈ ഫാലദാലിക്ക മേൽപ്പറഞ്ഞ കാര്യമൊക്കെ അള്ളാഹ് ചെയ്തു മംഫാത്തൻ എന്താക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടി. അല്ലെങ്കിൽ ഞാൻ മഫലുവക്ക അല്ലെങ്കിൽ മസ്തുറാക്കണം മന തംതിയാണ് ഒരു സുഖിപ്പിക്കൽ നടക്കും. നിങ്ങൾക്ക് സുഖിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് സന്തോഷിക്കാൻ വേണ്ടി, നിങ്ങളെ ഉപകാരത്തിന് വേണ്ടി എന്ന് നോക്കാം. എങ്ങനെ എന്താക്കുന്ന ഉപകാരമായിട്ട് അങ്ങനെയൊക്കെ മസ്തുറുവാക്കാം മഫലുവാക്കാറ്. അള്ളാഹ് അതിനെ ചെയ്തു. എന്തിനു വേണ്ടി ചെയ്തു? മത്താൻ ഒരു സുഖിപ്പിക്കൽ എന്നാണ്. അങ്ങനെയാക്കാം മസ്തറായിട്ട് ലക്കും നിങ്ങൾക്ക് വലിയ അന്നാമിങ്ങൾ അന്നാമിനിക്കും ആട് പശു മൃഗങ്ങൾക്കും സുഖിപ്പിക്കലില്ല. ഒൽക്കൊരു ഭാഷ ഉണ്ടല്ലോ പുല്ലും പുഷ്പമൊക്കെ ജമ്മുനി ആമിയുടെ ലിബുലുൽ അഖറുൽ അനമുട്ടോ. അങ്ങനെ വൈദാജാത്തി സ്വാമത്തുൽ കുബ്ര ഒന്നാമത്തെ ഊത്ത് വന്നാൽ ആ രണ്ടാമത്തെ ഊത്ത് വൈദാജാത്തി താമത്തുൽ കുബ്ര ഈ നഫ്ഖത്തു സാനിയ യോമ യദ്കറകുൽ ഇൻസാനു അതായത് യോമ യദ്കറകുൽ ഇൻസാൻ മനുഷ്യൻ ചിന്തിക്കുന്ന ദിവസം ബദലുമിൻ ഇതെന്നിട്ട് ബദലാട്ടോ മഹാസായം പ്രവർത്തിച്ചത് ഈ ദുന്യാവെന്ന് ഹൈരി ബഷരിൻ അങ്ങനെ ഉരുജത്തിൽ ജഹം നരകത്തെ വെളിപ്പെടുത്തപ്പെടുകയും ചെയ്താൽ അതിനാറുൽ മുഹലിക്കത്തു ലിമയ്യാറാത് കാണുന്നവർക്ക് അതിൽ കുല്ലിറായി എല്ലാ കാണുന്ന ആൾക്കാർക്കും ഇതെൻ്റെ ജവാബ് എന്താ? അങ്ങനെ അമ്മാമൻ ദഹാവാസലഹാദ് ദുന്യാഫിൽ മൊവാൻ. രണ്ടാമത്തെ ഊത്ത് വന്ന് ജനങ്ങളൊക്കെ എന്താക്കുന്നുണ്ട്, അവൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പറ്റി എന്താക്കുന്നുണ്ട് ചിന്തിച്ച് മനസ്സിലാക്കിയാൽ നരകത്തൊക്കെ വെളിപ്പെടുത്തപ്പെട്ടാൽ എന്താക്കും? അമ്മാമൻ ദഹാ ദുർമാർഗികളാകുന്ന കാഫിരിങ്ങൾ, ഈ കഫറ കാഫിരിങ്ങളാവുന്ന ആൾക്കാർ ദുന്യവിയായിരിക്കുന്ന ഹയാത്ത് തിരഞ്ഞെടുത്ത ആൾക്കാർ ബിത്തിബായ ഷാവാത്തുമായിട്ട് ഒരു ജഹിമീക്കാർ പോലെ മടക്കസ്ഥലം മവാഹൂന്ന് മറിച്ച് അമ്മാമൻഹ മക്കാം റബ്ബിൻ്റെ മക്കാവും ഭയപ്പെട്ടതായിരിക്കുന്ന മുത്തക്കീങ്ങളോ അള്ളാഹിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഭയപ്പെട്ട നല്ല ആൾക്കാർ വനഹന്ന നഫ്സിനെ ഒരു വിരോധിച്ചു എന്ന അമ്മാർത്താവുന്ന നഫ്സിനെ അനിൽ ഹവ ശരീരച്ചേത്തോട്ട് എന്താക്കുന്നുണ്ട് അൽ മുർദി. അങ്ങനത്തെ ശിച്ചാൽ മുർദി ബി ഇത്തിബായ് ഷഹവാത്ത് കൊണ്ട് എന്താക്കുന്ന പിമ്പറ്റൽ കൊണ്ട് ഹലാക്കാക്കുന്ന അവനെ തൊട്ട് പിന്നെ നഫ്സിനെ പിന്നാക്കി തടഞ്ഞു നിർത്തി അങ്ങനത്തെ ആൾക്കാർ ഒൽക്ക് സ്വർഗീക്കാരല്ല മൗവാന്ന്. അവിടെ ജവാബിൻ്റെ ഹാസിൽ എന്താ? അങ്ങനെ ഫൽ ആസിഫിൻ നാരി വൽ മുത്തീഫിൽ എന്നീന്ന് ഹാസിൽ യസ്സലൂനൊക്കെ അവരോട് ചോദിക്കുന്നിപ്പിയേ എനിസാ ഖിയാമന്നാളിനെ പറ്റി അയ്യാൻ മൂസ എപ്പോഴാ ഖിയാമന്നാളിനെ അയക്കപ്പെടുക എന്ന്. ഈ മത്താവ് കൂഹ വ ഖിയാമുഹാന്ന് എപ്പോഴാ വാക്കിയ എപ്പോഴാ നിൽക്കുക എന്ന് ചോദിക്കും. ഞാൻ എങ്ങനെ ഫീമ എന്നാൽ ഫീമ അന്തം നിൽക്കറ ഖിയാമന്നാളിനെ പറ്റി നിങ്ങൾക്ക് എന്തൊരു വിവരാൾ എനിക്കൊരു പേരെ പറ്റി വിവരമൊന്നും ഇല്ലാറ്. അത് ഫീമ ഫി ഐഷീൻ അന്തം നിൽക്കറാഹ ആ ഖിയാമന്നാളിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് എന്തൊന്നാളുള്ള ഒരു അറിവില്ലാറ്. അതിൽ ഇസ്ലക്ക അല്ലെ എന്തൊക്കെ മുഹാ ഹത്താത്തത് ഖുർആൻ നിങ്ങൾ പറയാൻ ലാ റബ്ബിനെ കൊള്ളേ മുന്തഹാഹ ആ ഖിയാമന്നാളിൻ്റെ അറിവിൻ്റെ അറ്റം മുന്താ ഇൽമിൻ്റെ അറ്റം ലായൽമ ഒരു അല്ലല്ല അറിയാർ. ഞങ്ങളൊരു മുന്തിരിനെത്തിറാണ് ഇങ്ങനെ മാനത്തെ മുന്തിരും നിങ്ങളൊരു മുന്തിരാണ് ഇന്നമായഫോ ഇന്താരങ്ങൾ ഇന്താറ് ഉപകാരപ്പെടും. മയ്യഷ അള്ളാനെ ഉണ്ടാക്കുന്നുണ്ട് ഭയപ്പെടുന്ന ആൾക്കാർക്ക്, ആ ഖിയാമന്നാളിനൊക്കെ ഭയപ്പെടുന്ന ആൾക്കാർക്ക്. ഏഹാഫുഹാൻ അങ്ങനെ കാരണം ഞമ്മ എറവുനാവല ഖിയാമന്നാൾ കാണണമെന്നവർ ലൈവൽ ബസൂഫി അല്ല ഖബലുകൾ താമസിക്കാത്ത മാതിരി ഉണ്ടാവും. എല്ലാ ആശയത്തും ഒരു വൈകുന്നേരം അല്ലെങ്കിൽ ദുഹ ഒരു വൈകുന്നേരം ഒരു അഷിയത്ത് മാത്രം അല്ലെങ്കിൽ ദുഹ രാവിലെ ഈ അഷിയത്ത് യോമിൻ ആ ബുക്രത്ത് ഹീന്ന് ഒരു ദിവസത്തിൻ്റെ അഷിയത്തോ അല്ലെങ്കിൽ ബുക്രത്തോ താമസിക്കണമായിരുന്നു. അവർക്ക് 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഹയാത്താക്കുക.
അപ്പം എന്തുണ്ടാകും ഓൽക്ക് അപ്പം അന്ന് 40 കൊല്ലത്തിൽ എന്താക്കുന്നുണ്ട് അവർക്ക് ആദാബും രക്ഷയൊന്നും ഉണ്ടാവില്ലേ. അപ്പോൾ ഹയാത്താക്കുമ്പോൾ എന്തേക്കാരം ഇപ്പോൾ വൈകുന്നേരം കെട്ട് ഒരു അശീയത്തിൽ ഒരു നേരം വെളുത്ത് വൈകുന്നേരം ആയപ്പോൾ ഹയാത്താക്കിയ മാതിരി അല്ലെങ്കിൽ രാവിലെ ഹയാത്താക്കിയ മാതിരി ഉണ്ടോ? ഒരു ദിവസത്തിന് അല്പം തോന്നുള്ളൂ. ഒരുപാട് കൊല്ലം എന്താക്കുന്നുണ്ട് ഖബറിൽ താമസിച്ചിട്ട് എന്താക്കുന്നുണ്ട് 40 കൊല്ലം ഒന്നുമില്ലാതെ കണ്ട് ആയിട്ട് രണ്ടാമത് ഹയാത്താക്കുമ്പോൾ എന്താക്കുന്നത് ഉറക്കുന്നു നടന്ന മാതിരി ഇപ്പം കണ്ട ഹയാത്ത മാതിരി തോന്നുവൽക്ക്. അതാ ഈ അഷിയത്ത യോമിൻ ബുക്രത്തി ഒരു ദിവസത്തിലെ അഷിയത്തുലങ്ങി രാവിലെയോ സഹ ഇലാഫത്തോടെ ലുഹാനെ അഷിയത്തിലേക്ക് എന്താക്കി ഇലാഫത്താക്കൽ സാഹിയായി. അപ്പോൾ ലുഹാഹാൻ്റെ ലമീർ അഷിയത്തിലേക്കാണ്. അഷിയത്തിൻ്റെ ലുഹാറിന് വൈകുന്നേരം അല്ലെങ്കിൽ വൈകുന്നേരം അതിൻ്റെ രാവിലെയാണ്. എന്തുകൊണ്ട് അതിൻ്റെ ഇമാ ബൈനുഹുമ ബന്ധമുണ്ടല്ലോ മുലാബസത്ത് വൈകുന്നേരം രാവിലെ ബന്ധല്ലേ. കാരണം ഇതുമാ തറഫ നഹാറിന് 2 തറഫല്ല വൈകുന്നേരം രാവിലെ പറഞ്ഞത്. അങ്ങനെ അവിടെ ഇലാഫത്ത് സാഹി എന്നതിന് വേണ്ടി ആ ആഹ്റൊക്കെ ഉണ്ട്. ഹാ ഹാ മുന്താ ഹാ ഹാ യക്ഷാഹ എന്നൊക്കെ അലിഫിൻ്റെ മേൽ എന്താക്കുന്നുണ്ട് അവിടെ എന്താ ആഹിർ. അപ്പോൾ ആഹിർ വെക്കാൻ വേണ്ടിയാണ് യക്ഷ എന്താക്കുന്നത് ഹാ എന്ന് പറഞ്ഞത് ആ ആശയത്തിലേക്ക് മീൻ ഉടക്കിയുണ്ട്. ആ കലിമത്ത് ഫാസിലത്ത് എന്താക്കുന്നത് ഹസന ഇലാഫത്തോടെ ഇലാഫത്ത് ഹസനായി എന്ത് ഹസനായി എന്താക്കുന്നുണ്ട് എന്ത് ഹൂൽ കലിമത്ത് ഫാസിലത്ത് തന്നെ ആ കലിമത്ത് അവിടെ ആഹിർ ഒത്തുകൊണ്ട് എന്താക്കുന്നത് സംഭവിക്കൽ എന്താക്കുന്നത് ആ ഇലാഫത്തിനെ ഹസനാക്കിയർ